സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. ചേട്ടാ ഈ കച്ചവടം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഇതുവരെ നമുക്കൊരു വീട് വെക്കാൻ പറ്റുമോ? ഞാനൊരു ഐഡിയ പറയട്ടെ. വീട് പണിയാൻ വേണ്ടി നമുക്ക് പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്താലോ? മണ്ടത്തരം പറയാതില്ലേ, വീടല്ല നമുക്കൊരു വെയിറ്റിംഗ് ഷെഡിന് അപേക്ഷിക്കാം. നമുക്ക് എന്തിനാ ചേട്ടാ വെയിറ്റിംഗ് ഷെഡ്? വീടിന് 4 ലക്ഷം രൂപയേ ഉള്ളൂ, വെയിറ്റിംഗ് ഷെഡിന് 15 ലക്ഷം രൂപ കിട്ടും. വെയിറ്റിംഗ് ഷെഡ് മതി. ഇവിടെ ആരുമില്ലേ ചേട്ടാ? ഹലോ ചേച്ചിയെ, ഇവിടെ ആരുമില്ലേ? ആരും ഇല്ലെന്ന് തോന്നുന്നു. എന്നാ പോയാലോ? ഓ അത് തന്നെ വാ. ചേട്ടാ കോളത്ത് കോളത്ത്. ഇതല്ലേ നീ എന്നെ കണ്ടപ്പോഴും പറഞ്ഞത്? കച്ചവടത്തിന് കോളത്ത്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് 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 ഗുഡ് മോർണിംഗ് ഗുഡോ? തലതിരിഞ്ഞവനാണോ? എന്താണ് നിങ്ങൾക്ക് ആവശ്യം? നിങ്ങളെ ഞാൻ ഇവിടെ കണ്ട് പരിചയമില്ലല്ലോ. സാർ ഞങ്ങൾ നോ വേക്കൻസി ജോബ് കൺസൾട്ടൻസി വരികയാണ്. ഓ അത് ശരി. അപ്പൊ കുറച്ച് പ്രോഡക്ട്സ് സാറിന് ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ. അതെ, എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതെ അതെ അതെ. പ്രോഡക്ട്സ് ഒന്നും ഇപ്പൊ വേണ്ട, ഇവിടെ എല്ലാം ഉണ്ട്. അല്ല സാർ, വെറൈറ്റി ആണ് സാർ. വെറൈറ്റി ആണ് സാർ. എന്ത് വെറൈറ്റി ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അപ്പച്ചട്ടി. അപ്പച്ചട്ടി ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന സാധനമാണ്. ഇത് ഇത്ര വലിയ വെറൈറ്റി എന്താണ് അതിനകത്തുള്ളത്? വെറൈറ്റി എന്ന് വെച്ചാൽ ഈ അപ്പച്ചട്ടിയിൽ സാധാരണ എന്താണ് സാർ ഉണ്ടാക്കുന്നത്? പാപ്പം. അപ്പം പാപ്പം. അപ്പപ്പാപ്പോ 10-15 വയസ്സുണ്ട് അപ്പപ്പാപ്പോ ഒന്ന്. സാർ ഇത് അങ്ങനെയല്ല സാർ, ഞങ്ങളുടെ ഈ അപ്പച്ചട്ടിയിൽ പുട്ട് വരെ പുഴുങ്ങാം. അതെ, അപ്പച്ചട്ടിയിൽ പുട്ട് പുഴുങ്ങാം. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഞാനത് വിശ്വസിക്കില്ല. ഞാനത് വിശ്വസിക്കില്ല. സത്യമായിട്ടും സാർ. അപ്പൊ പുട്ടുകുറ്റിയിൽ എന്ത് ചെയ്യും? അപ്പം ചൂടാം. അപ്പം ചൂടാം. അതാണ് വെറൈറ്റി സാർ. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് പേര് മാറിയതൊന്നും അല്ലല്ലോ? അല്ലല്ലല്ല, അങ്ങനെയാണെങ്കിൽ അത് വെറൈറ്റിയാണ്. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വേണ്ട വേണ്ട, സാധനമൊന്നും വേണ്ട. എന്തെങ്കിലും എടുക്കണം സാർ. പ്രോഡക്റ്റ് എടുക്കാൻ അതിന് മുമ്പ് എനിക്കൊരു ചെറിയ അസുഖമുണ്ട്. ഞരമ്പെണ്ണ ഞങ്ങളുടെ കയ്യിലില്ല സാർ. അയ്യ അതല്ല, അതായത് ഈ ഡിറ്റർജന്റ് സോൾവെന്റ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് എനിക്കുള്ളത്. എന്താ സാർ അത്? അതറിയില്ലേ? ഈ പണക്കാർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. പണക്കാർക്ക് അതാ നമുക്ക് അറിഞ്ഞൂടാത്ത. അതായത് ദേഹം മൊത്തം അങ്ങ് ചൊറിഞ്ഞു തടിക്കുക. കുഴപ്പമില്ല സാർ, ഞങ്ങളെ കമ്പനിയിൽ അതിന്റെ മരുന്നുണ്ട്, മരുന്നുണ്ടോ? ലോഷനുണ്ട്. സാറിന് ഭാഗ്യമുണ്ട്. ഇപ്പൊ ഓണം പ്രമാണിച്ച് 50 രൂപയുള്ളൂ ഒരു ലോഷന്. ഒരു ലോഷൻ 50 രൂപ. അത് മാത്രമല്ല, ഒന്നെടുത്താ ഒന്ന് ഫ്രീയാ. അത് കൊള്ളാം, അത് കൊള്ളാം, അത് ലാഭമാണ്. സാർ 50 രൂപ. 50 രൂപയുള്ളല്ലേ? അത് ലാഭമായ പരിപാടിയാണ്. ഇത് തേച്ച് കഴിച്ചാൽ അസുഖം മാറുക? തീർച്ചയായിട്ടും മാറും സാർ. Okay. ബോഡി ലോഷനാണ്. ഇത് ഞാനെടുത്ത്. അപ്പൊ ഇതിന്റെ ഫ്രീ എവിടെ? ഇതാ ഇതാ. ഇത് ഇതിന്റെ ഫ്രീ ആണല്ലേ? അപ്പൊ ഇതിന്റെ ഫ്രീ എവിടെ? ഇതിന്റെ ഫ്രീ എവിടെ? ഒന്ന് ഫ്രീ അല്ലേ? ഇതിന്റെ ഫ്രീ എവിടെ? ഇതിന്റെ ഫ്രീ ഫ്രീ ഇതിന്റെ ഫ്രീ അല്ല അതിന്റെ ഇതിന്റെ ഫ്രീ വേണമല്ലോ. ഉണ്ട് തരാം. ഇത് ഫ്രീ. ഇത് 2 എണ്ണായില്ലേ? ഇപ്പൊ ഇത് ഒന്നല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഫ്രീ ഇവിടെ താട്ടെ. ഇതിന്റെ ഫ്രീ ഇവിടെ താട്ടെ. എന്നാ പിന്നെ ഇനി എന്തിനാ താമസിക്കുന്ന? ഇതിന്റെ ഫ്രീ ഇവിടെ എടുത്തോളൂ. അല്ല തീർന്നു സാർ. തീർന്നു സാർ. തീർന്നാ? ഇനി ഞാൻ ഇതുവഴി വരുമ്പോ ഇതിന്റെ ഫ്രീ കൊണ്ടുതരാം. അതൊക്കെ ഫ്രീ കൊണ്ടു നടക്കാതാണോ സാധനം വിൽക്കാൻ നടക്കുന്നത്? എന്തായാലും ഐറ്റം തീർന്നു. എന്തായാലും അത് മതി. കച്ചവടം ഞങ്ങൾ കൂടുതൽ വെറൈറ്റിയിലാണ് സാർ. എന്ത് വെറൈറ്റി? സാർ കാര്യം ചെയ്യാം, സാറിന്റെ ഭാര്യ ഇങ്ങോട്ട് വിളിക്കാം. വിളിക്കില്ല. സാറിന് വിളിക്കില്ല. അല്ല സാർ, സാറിന്റെ ഭാര്യ വന്ന് കണ്ടാൽ ഞെട്ടുന്ന ഒരു ഐറ്റം ഞങ്ങളിലുണ്ട്. കാണില്ല കാണില്ല. കാണാൻ സാർ കണ്ണിന് കാഴ്ചയില്ലേ? അതല്ലെന്ന്, എനിക്ക് ഭാര്യയില്ല മിസ്റ്റർ, ഞാൻ അവിവാഹിതനാണ്. ഓ സാർ കല്യാണം കഴിച്ചിട്ടില്ല, ബാച്ചിലർ. അപ്പൊ ഉറപ്പായിട്ടും സാറിന് കാമുകി ഉണ്ടാവും. എനിക്ക് കാമുകയില്ല. എനിക്ക് കാമുകയില്ല. സാറിന് ഭാര്യയില്ല, കാമുകയില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ സാറിന് പറ്റിയൊരു പ്രോഡക്റ്റ് ഞങ്ങളിലുണ്ട്. എന്താണത്? പോയിസൺ. പോൾസൺ? ഏത് പോൾസൺ? പോൾസൺ അല്ല സാർ, പോയിസൺ, വിഷം. കുടിച്ചങ്ങ് ചാവ. എന്തിനിങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് അല്ല, അങ്ങനെ കളിയാക്കരുത്. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറഞ്ഞു. അതായത് എനിക്ക് കാമുകയില്ലാത്തതിന് ഒരു കാരണമുണ്ട്. എന്താ സാർ? അതായത് ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിറയലാണ്. സ്ത്രീകളെ തിടപെടാടി. ഞാൻ പെണ്ണുങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോ ദേ ഇവിടെ വരെ വരത്തുള്ളൂ, പുറത്തോട്ട് വരത്തില്ല. അങ്ങ് വക്കിത്തിക്കുവാണ്. മനസ്സിലായി സാർ. ഇൻട്രോവെറ്റ് ആണ് എന്ന് വെച്ചാ അന്തർമുഖൻ, ഗന്ധർവമുഖൻ. കൊള്ളാം, ഗന്ധർവമുഖം നല്ലതാണ്. ഗന്ധർവന്മാർ ഈ പെണ്ണുങ്ങളെ വളയ്ക്കാൻ മിടുക്കന്മാരാണെന്ന് ഞാൻ പുരാണത്തിൽ കേട്ടിട്ടുണ്ട്. പുരാണത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. എന്റെ സാറേ, ഗന്ധർവമുഖനാക്കി തന്നെ. ഗന്ധർവമുഖനാക്കി സാറേ, ഗന്ധർവമുഖനല്ല, അന്തർമുഖൻ എന്ന് വെച്ചാൽ സാർ ഉള്ളിലുള്ള വികാരങ്ങളെ ഉള്ളിൽ തന്നെ കുഴിച്ചുകൂടുന്ന ആളാണെന്ന്. ഞാൻ സാറ് അതൊരു അസുഖമാ? അസുഖമല്ല, ഇതൊക്കെ നമുക്ക് പരിഹരിക്കാം. ഇത് നമ്മള് കമ്പനി ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. എന്ത് പ്രോഡക്റ്റ് ആണ്? അതായത് ഈ സ്ത്രീകളെ വശീകരിക്കാൻ വേണ്ടി വശീകരണ യന്ത്രം. വശീകരണ യന്ത്രം നിങ്ങളുടെ ഉണ്ട്. ഒരു മോതിരമാണ് സാർ. ഈ മോതിരം നമ്മൾ വിരലിട്ട് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ നമ്മൾക്ക് എങ്ങനെ വശംവദരാകും. ഇതാണ് വശീകരണ യന്ത്രം. ഇതാണല്ലേ മോതിരം. ഇത് വിരലിട്ട് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പറന്നു വരും.
ശരി. ചേട്ടാ എന്നാ ഞാൻ അപ്പുറത്തെ വീടുകളിലൊക്കെ ഒന്ന് പോയിട്ട് വന്നാലോ? പിന്നെ ഞാൻ മറ്റേ കോൾ ചെയ്യുവേ, കസ്റ്റമർ കെയർ വിളിച്ചോണം. പഴയ പരിപാടിയേ. സാറേ പോവാണേ. അപ്പൊ പോവാണോ? അല്ല അത് പൊക്കട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഇത് വിരലിട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾ വശംവദരാകും. വശുദ്ധരാകൂല്ലേ? അതെ. ഞാനിത് വിശ്വസിക്കില്ല. സാർ ഇത് മോതിരം ഇട്ടെ, ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ തെളിയിച്ചു തരാം. എങ്ങനെ തെളിയിക്കും? സാർ ഈ മോതിരം ഇടുന്നു. മോതിരം അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ സ്ത്രീകളൊന്നും ഇല്ലല്ലോ. ഇല്ല. നമ്മളൊരു സ്ത്രീയെ വിളിക്കുന്നു ഫോണിൽ. അത് ഞാനെങ്ങനെ വിശ്വസിക്കും? ഞാൻ വിശ്വസിക്കില്ല ഇത്. എന്താ? കാരണം നീ ഏതെങ്കിലും ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി നിർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? ശരി, ഒരു കാര്യം ചെയ്യാം. ആ, നമുക്ക് രണ്ടുപേർക്കും പരിചയമില്ലാത്ത ഒരു സ്ത്രീയെ വിളിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും പരിചയമില്ലാത്ത സ്ത്രീ അതാരാണ്? കസ്റ്റമർ കെയർ. കസ്റ്റമർ കെയർ. കസ്റ്റമർ കെയർ സാറിന് അറിയില്ല, എനിക്കും അറിയില്ല. ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ. എങ്ങനെ സംസാരിക്കുന്നു നോക്കാം. വിളിക്കട്ടെ. ശരി. വിരലിടണം അല്ലേ? വരലുണ്ടോ? ഇട്ടോട്ടു. ഈ നമ്പറിലേക്കുള്ള ഔട്ട് ഗോയിങ് കോൾ സേവനം താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു. മര്യാദയ്ക്ക് റീചാർജ് ചെയ്താൽ തനിക്ക് കൊള്ളാം. വെക്കണോ ഫോൺ? വയ്ക്കല്, ഞാൻ സാറിന്റെ കൊടുക്കേ. ഹലോ. ഹലോ ഹലോ മുത്തേ, എന്തോ? നാളെ ഫോൺ കട്ടാവൂടാ. അതിന് നിനക്ക് റീചാർജ് ചെയ്യാൻ പറ്റുവോടാ? പറ്റും. നീ റീചാർജ് ചെയ്യൂടാ? ചെയ്യാം. റീചാർജ് ചെയ്ത് തരണേടാ. തരാം. ഇല്ലേടാ? തരും, റീചാർജ് ചെയ്ത് തരാം ഞാൻ. എന്താ പേര്? മറിയ. എപ്പോഴും അറിയുവോ? ഇടയ്ക്കിടയ്ക്ക്. ഞാൻ വെച്ചോട്ടെ? അയ്യോ, വെക്കല്ലേ വെക്കല്ലേ വെക്കല്ലേ. എന്താ? ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കൊരു ഉമ്മ തരുവോ? വിശ്വാസമായ ഓക്കെ അല്ലേ? വിശ്വാസായി. ഓക്കെ. എന്താ എന്താ സാറേ കരയുന്നത്? കരഞ്ഞതല്ല, കരഞ്ഞതല്ല, ഇത് ആനന്ദ കണ്ണീരാണ്. എന്തിന്? എനിക്ക് ഇത്രേ എന്റെ പ്രായത്തിനിടയ്ക്ക് എനിക്ക് ആദ്യമായിട്ടൊരു പെണ്ണ് ഉമ്മ തരുന്നത്. ആണോ? അതെ അതെ. ഇനി സാറിന്റെ ജീവിതത്തിൽ വച്ചടി കയറ്റമായിരിക്കും. ആണോ? പിന്നെ സാറേ വേറൊരു കാര്യമുണ്ട്. എന്താണ്? പറയുന്നുണ്ടെന്ന് തോന്നരുത്. കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. അല്ല, കമ്പനിക്ക് ചീത്തപ്പേര് ഉണ്ടാക്കുക പറഞ്ഞാ ഒരു ദിവസം ഒരു പെണ്ണ്, ഒരു ദിവസം ഒരു പെണ്ണ്, രണ്ട് രണ്ടെണ്ണം വേണം. രണ്ടെണ്ണം. കമ്പനിക്ക് രണ്ടെണ്ണം. ശരി, രണ്ട് പെണ്ണ്. അതിൽ കൂടരുത്. അത് കൂടുതൽ വിളിക്കില്ല. ഉറപ്പല്ലേ? ഉറപ്പ്. രണ്ട്. അപ്പൊ പൈസ എത്ര രൂപയാണ് ഇതിന്? 5000. 5000 രൂപയോ? അതെ. ഇതൊരു 10000 രൂപയോളം ഉണ്ട്. വെച്ചോ. ഓക്കെ സാറേ. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. രണ്ട്. ഞാൻ ശ്രമിക്കാം. ഓക്കെ സാർ, ഓൾ ദ ബെസ്റ്റ്. ഇങ്ങനെ ഉണ്ടാ പൊട്ടാക്കോട്ടന്മാര്. ഇത്രയും നാളായിട്ട് ഇവനെ ഞാൻ കണ്ടില്ലല്ലോ. ഇപ്പോഴാണല്ലോ ഇവനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഉണ്ടായത്. എന്നെ ഒരുപാട് അവളുമാര് തേച്ചിട്ട് പോയിട്ടുണ്ട്. എല്ലാത്തിനെയും ഞാൻ വളയ്ക്കും. ഈ മോതിരം വെച്ച് ഞാൻ വളയ്ക്കും. അജിത്തേട്ടാ, അജിത്തേട്ടാ, അജിത്തേട്ടൻ എവിടെ പോയി? അയച്ചേട്ടനോ? അതാരാ? അല്ല, ഇവിടെ നിന്നിരുന്ന ആള് പുള്ളി പോയല്ലോ. പോയോ? പോയി. എന്നാ ശരി കേട്ടോ. അല്ല, പോവാൻ വരട്ടെ. നിങ്ങളുടെ ആരാണ് അത്? അയ്യോ, എന്റെ ഭർത്താവാ. ഓ, ഭർത്താവാണല്ലേ. ഇതിനകത്ത് എന്താ ഉള്ളേ? അയ്യോ, ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ചുരിദാർ ഉണ്ട്, സാരി ഉണ്ട്, പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ലെഗിൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സാറിന് ഏതാ വേണ്ടേ? സാറിന് ഏതാ വേണ്ടേ? എനിക്ക് പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്? അയ്യോ, പിന്നെ ഒത്തിരി സാധനങ്ങളുണ്ട്. പൗഡർ ഉണ്ട്, സ്പ്രേ ഉണ്ട്, പിന്നെ അതുപോലെയുള്ള എല്ലാ വസ്തുക്കളും ഉണ്ട്. സാറിന് ഏതാ വേണ്ടത്? ഇത് മാത്രമേ ഉള്ളൂ? വേറെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും? വേറെ വെറൈറ്റി ഉള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. സാറിന് ഏതാ വേണ്ടെന്ന് പറഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റൂ. ഏതാ എടുക്കണ്ടേ? ഏതാ എടുക്കണ്ടേ? എല്ലാം എടുത്തോളൂ, എല്ലാം എടുത്തോളൂ. ശരിയുടെ കുട്ട. എനിക്ക് വയ്യ. നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ പേരിൽ പകലറിയാതിരവറിയാ. സാറാ കാണിക്കുന്നത്? എന്ത് തോന്നിയാസം? സാറിന് നാട്ടിലുള്ള പെണ്ണുങ്ങളെ വളയ്ക്കാനല്ലേ ഞാൻ മോതിരം തന്നത്? സാറെന്തിനാ സാറേ എന്റെ ഭാര്യ വളയ്ക്കുന്നത്? എടാ, നിന്റെ മോതിരത്തിന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ നിന്റെ ഭാര്യയെ സെറ്റാക്കി. എന്നാ ഇത് നീ വെച്ചോ. എന്തിന്? ഈ മോതിരത്തിന്റെ മന്ത്രശക്തി കൊണ്ട് നീ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ വളയ്ക്ക്. ഒരു വിഷയമുണ്ട് സാറേ. എന്ത് വിഷയം? ഈ മോതിരം സാറിന്റെ ഇരുന്നപ്പോഴല്ലേ എന്റെ ഭാര്യ അങ്ങോട്ട് വന്നത്. എനിക്ക് സെറ്റായി. അതെ. ഇപ്പൊ ഈ മോതിരം ആരെ ഇരിക്കുക? നിന്റെ കയ്യില്. ഇപ്പൊ ഒരു മാജിക് കാണിച്ചരാ. ഞാൻ ഈ മോതിരം ഇടുമ്പോ എന്റെ ഭാര്യ
ഭാര്യ പതുക്കെ എന്റെ അടുത്തോട്ട് വരും കണ്ട സുമി എന്തോ എന്റെ 10,000